ഓണമായിട്ട് എന്തോ പരിപാടി, എന്തോ വിശേഷങ്ങൾ, ഓണത്തിൻ്റെ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടോ? വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറ. എന്തോ പറയാ. ഓണം അഡ്വാൻസ് ഒക്കെ എല്ലാവരും വാങ്ങിച്ച്, ഫെസ്റ്റിവൽ അലവൻസ് ഒക്കെ വാങ്ങിച്ച്, ബോണസിനെ കുറിച്ച് അമ്മയ്ക്ക് ഏതാണ്ട് ഇന്നാളി പറയുന്നത് കേട്ടല്ലോ, പറഞ്ഞേ. ബോണസ് കൊടുക്കുന്ന ബോണസ് ഫെസ്റ്റിവൽ അലവൻസും ബോണസും എല്ലാം അച്ഛനാണ് കൊടുത്തു തുടങ്ങിയത്. അന്ന് ബോണസ് ഒന്നും പേരൊന്നും ഇല്ലായിരുന്നു. ബോണസ് ഒന്നുമില്ല. പിന്നെ ബോണസിന് പകരം എന്താണ്? ഉത്സവ പങ്ക്, ഓണപ്പങ്ക്. ഉത്സവ പങ്കും ഓണപ്പങ്കും ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ശരി, അത് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓണപ്പങ്ക്, ഓണത്തിന് കൂടുതൽ പൈസ ഓണത്തിന് മുമ്പേ തന്നെ കൊടുക്കുമായിരുന്നു. എല്ലാം ഭയങ്കര ആഘോഷമായിട്ട്. ഉത്സവത്തിനും അതുപോലെ അല്ലയോ? ഉത്സവത്തിന് മുമ്പ് അവര് എല്ലാം വീട് ഒക്കെ മെയ്യോ ഓല മെയ്യോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് സന്തോഷമായിട്ട് അച്ഛനെ കൊണ്ട്. അച്ഛൻ എന്തുവായിരുന്നു ജോലി? അത് പറ. അച്ഛന് കയർ ബിസിനസ്. കയറുണ്ടാക്കി കയറ്റി അയക്കുമായിരുന്നു അല്ലയോ? തൊണ്ട് മുതലേ ഉണ്ടായിരുന്നല്ലോ. തൊണ്ട് മുതലെടുത്ത് ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയത്. അമ്മ ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ബിസിനസ്. അപ്പം അന്നുണ്ടായിരുന്നതാണ് ഈ കയർ ബിസിനസ് എന്നൊക്കെ പറയുന്നത്. എല്ലാത്തിനും കയർ തന്നെ വേണം. അത് ശരിയാ. ഉപ്പ് വെള്ളത്തിൽ പോലും കയർ നശിക്കത്തില്ല. കുറേ കാലം കഴിഞ്ഞാൽ നശിക്കും, എന്നാലും ഒരുപാട് കാലം എല്ലാം കെട്ടാൻ അത് ശരിയാ. ആഹാരത്തിനെ പോലെ തന്നെ ആയിരുന്നു കയറും ലോകത്ത് വേണ്ടിയിരുന്നത്. അതായിരുന്നു അമ്മയുടെ അച്ഛൻ്റെ ബിസിനസ്. പിന്നെ ഇരുമ്പ് പണിക്കാരെ കൊണ്ടും തടിപ്പണിക്കാരെ കൊണ്ടും ഒക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കിച്ച് ഓരോ വീട്ടുകാരിലും എത്തിക്കുമായിരുന്നില്ലയോ? എത്തിച്ച് അവർ തന്നെ കയറ് പിരിച്ചുണ്ടാക്കും. ചകിരി നമ്മൾ എത്തിച്ചു കൊടുക്കും. തൊണ്ട് വാങ്ങിച്ച് ചകിരിയാക്കി ഇവരുടെ ഓരോ വീട്ടിലും, തൊഴിലാളികളുടെ വീട്ടിലെല്ലാം കയറെത്തിച്ചു കൊടുത്ത് അവരാണ് ചകിരി എത്തിച്ചു കൊടുത്തിട്ട് ആ ചകിരി വെച്ച് കയർ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു അല്ലയോ? നല്ല സ്വർണ്ണ നിറത്തിലുള്ള കയറുണ്ടാക്കി കയറ്റി അയക്കുമായിരുന്നു അമ്മയുടെ അച്ഛൻ. അപ്പോൾ അവർ ബോണസ് എന്താണ്? ഓണപ്പങ്ക് കൊടുക്കും ഇല്ലേ? ഓണപ്പങ്കാന്ന് കൊടുക്കുന്നത് സന്തോഷമായിട്ടാണ് അവർ മേടിച്ചുകൊണ്ട് പോയി. ഉത്സവത്തിനും അതുപോലെ, ഉത്സവത്തിന് മുമ്പും ഉത്സവ പങ്കായിട്ട് കൊടുക്കുക. അപ്പോൾ അവരുടെ പുര കെട്ടിമേയാൻ ഇല്ലയോ? ഓല കെട്ടിമേയാനും ഓണത്തിന് ആഹാര സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാനും ഒക്കെ അന്ന് ആളുകൾ ഈ പൈസയാണ് അന്ന് ഉത്സവ പങ്ക്, ഓണപ്പങ്ക്. അതാണ് പിന്നീട് ബോണസായിട്ട് മാറിയത് ഇല്ലയോ? ഇപ്പം എനിക്ക് മനസ്സിലായി കേട്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ബോണസ് എന്ന് പറയുന്നത് അതാണ് പിന്നീട് ബോണസ്. ഫാക്ടറീസിൻ്റെ ആക്ട് നിയമങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്. കൊല്ലത്ത് പിന്നെ ഒരുപാട് പേര് മറ്റേത് അന്ന് സർക്കാരിന് ജോലി കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ല. ഒരു ജോലി എവിടുന്ന് ജോലി കൊടുക്കും? ഒരു ജോലിയും ഇല്ല കൊടുക്കാൻ. സർക്കാരിന് ജോലി കൊടുക്കാനൊന്നും ഇല്ലായിരുന്നു, വളരെ കുറവ് മാത്രം. അന്ന് ഇല്ല, ഗവൺമെൻറ് സ്കൂളുകൾ ഉണ്ടായിരുന്നു കുറച്ച്. പിന്നീട് എന്തുവാ, കുറച്ച് സ്കൂളുകൾ, എത്രയോ ദൂരം പോകും. കോട്ടൺ മില്ലുണ്ടായിരുന്നു, ശരിയാ. കുറച്ച് ആയുർവേദ കമ്പനികൾ, മരുന്ന് നിർമ്മിക്കുന്നതിനൊക്കെ കുറച്ച് പേര്. പിന്നെ റെയിൽവേയിലൊക്കെ കുറച്ച് പേർക്ക് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് ജോലി മാത്രമേ അന്ന് സർക്കാരിൽ നിന്നും ഈ ആളുകൾക്ക് കിട്ടിയിരുന്നുള്ളൂ. ഇതുപോലെയുള്ള മുതലാളിമാർ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുത്തത് കൊണ്ട് അന്നത്തെ പട്ടിണി മാറി. യഥാർത്ഥത്തിൽ പട്ടിണി വരാനുള്ള കാരണം ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് എല്ലാം ടാക്സായിട്ട് നെല്ലൊക്കെ കൊയ്തെടുത്തുകൊണ്ട് വന്ന പതിരും കൂടെ ചേർത്ത് അളന്നിട്ടാണ് പിന്നെ ടാക്സ് കൊടുക്കേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ കുരുമുളകും അതുപോലെ തന്നെയായിരുന്നു. പതിര് ചേർത്ത് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ 10 കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പകുതി കൂടുതലും എടുത്തുകൊണ്ടങ്ങ് പോകുമായിരുന്നു. എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും, നാളികേരത്തിൻ്റെ എണ്ണയായാലും ശരി തന്നെ, എള്ളെണ്ണ ആയാലും ശരി തന്നെ അല്ലയോ, അതെല്ലാം അവർ ടാക്സ് എന്ന് പറഞ്ഞ് ഇടപ്രഭുക്കന്മാർ തട്ടിയെടുത്തുകൊണ്ട് പോകുമായിരുന്നു അല്ലയോ? എന്ത് കഷ്ടമല്ലേ അന്ന് ജനങ്ങളോട് ചെയ്തത്. ജനങ്ങൾക്ക് ജീവിക്കാൻ തീരെ നിവൃത്തിയില്ലായിരുന്നു. രാത്രിയിൽ അത്താഴത്തിന് ചോറുണ്ണുന്നവർക്ക് വരെ ടാക്സ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ, രാത്രി ചോറുണ്ണാൻ വകയുണ്ടെങ്കിൽ അവർ വലിയ പണക്കാരെന്നാണ്. അപ്പോൾ അവരുടെ എങ്ങനെ ഏത് രീതിയിലും ഭരണിയിൽ വരെ വന്ന് നോക്കി ഈ ഇടപ്രഭുക്കന്മാരുടെ ചാരന്മാരുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെയൊക്കെ അല്ലായിരുന്നു അന്ന് നടന്നത്. അതൊക്കെ വളരെ കഷ്ടമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാർ അന്ന് പ്രയത്നിച്ചത് കൊണ്ടാണ് ജനങ്ങളുടെ ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടിയത്. ആഹാരത്തിന് വകയില്ലെങ്കിൽ ജീവിക്കാൻ ഒക്കുമോ? ആഹാരമാണ് പ്രധാനം. അപ്പോൾ അതൊക്കെയാണ് പിന്നീട് ഉത്സവ പങ്ക്, ഓണപ്പങ്കൊക്കെ ബോണസായിട്ട് മാറിയത്. ഇതൊക്കെ പത്രക്കാർ പറയാത്ത രഹസ്യങ്ങളാണ് അല്ലയോ? അമ്മ മൂന്നാമത്തെ മകളായിട്ട്, അപ്പൂപ്പൻ്റെ മൂന്നാമത്തെ മകളായിട്ട് ജനിച്ച് വിവാഹത്തിന് സ്കൂളിൽ പഠിക്കുമ്പം തന്നെ വിവാഹം കഴിപ്പിച്ചപ്പം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ, പയ്യൻ്റെ വീട്ടിൽ വന്നപ്പം അലമാരിയിലൊക്കെ തുറന്നു നോക്കുമ്പം
പുസ്തകങ്ങളായിരുന്നു. അമ്മയുടെ വീട്ടിലെ അലമാരിയിലൊക്കെ നല്ല ശമ്പളം കൊടുക്കാനായിട്ട് ശനിയാഴ്ചകളിൽ ഇഷ്ടംപോലെ സമ്പത്ത് അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അമ്മ ഇവിടെ വന്ന് നോക്കുമ്പം കാണുന്നത് അലമാരി തുറന്നാൽ കുറേ കീറിപ്പോകാൻ തുടങ്ങുന്ന തരത്തിലുള്ള നിരവധി പുസ്തകങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നതായിരുന്നു. കുറേ സംഗീത ഉപകരണങ്ങളും ബുക്കുകളും. പിന്നെ എല്ലാവർക്കും നല്ല അറിവുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിലേക്ക് അമ്മ വന്ന് കയറി. അന്ന് മുതൽ ഇന്ന് വരെ അമ്മ ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ജീവിതങ്ങളായിരുന്നു കേരളത്തിൽ. അച്ഛൻ വീട്ടുകാർ മധ്യ രീതിയിലുള്ളവരായിരുന്നു അല്ലേ. മധ്യ രീതിയിൽ സമ്പത്തൊക്കെ ഉള്ള കുറച്ച് ഭൂമി, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അറിവുകളും ഒക്കെ കൊടുത്ത് ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഗുരുക്കന്മാരുണ്ടായിരുന്ന ഒരു വീട്ടിലേക്കാണ് അമ്മ വന്ന് കയറിയത്. അപ്പം കൊല്ലത്തെ രാമേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് അച്ഛൻ്റെ പൂർവികരും കൂടെ ചേർന്ന് കുറേയേറെ പേര് ബ്രഹ്മജ്ഞാനികളെല്ലാം കൂടെ ചേർന്ന്, തന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് അന്ന് പണ്ട് പഞ്ചാംഗം നിർമ്മിച്ച ജ്യോതിഷ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ അറിഞ്ഞത് കൊണ്ടായിരിക്കും അമ്മയെ അച്ഛൻ്റെ കൂടെ കല്യാണം കഴിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അച്ഛൻ മധ്യ രീതിയിലും അമ്മയ്ക്ക് കുറച്ച്, അമ്മയുടെ വീട്ടുകാർക്ക് കുറച്ച് സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ അധികം സമ്പത്തൊന്നും അങ്ങനെ വെറുതെ ചിലവഴിച്ച് കളയത്തില്ലായിരുന്നു. എന്ന് ചോദിച്ചാൽ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ അവർക്ക് ശമ്പളം കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ അവർ അമ്മയുടെ അച്ഛൻ അങ്ങനെ സമ്പാദിച്ചിരുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ സമ്പാദിച്ചിരുന്നുള്ളൂ. ജനങ്ങളുടെ പട്ടിണിയായിരുന്നു അന്ന് എല്ലായിടവും. ആർക്കും അങ്ങനെ സമ്പാദിക്കാനുള്ള മനസ്സ് വരത്തില്ല. അതായിരുന്നു.